ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. പൂരം നക്ഷത്രത്തിൻ്റെ ചില പൊതുവായ കാര്യങ്ങളും 2024 ഓഗസ്റ്റ് മുതൽ 2026 ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. പൂരം നക്ഷത്രം മനുഷ്യഗണവും സ്ത്രീയോനിയും ദേവത ആര്യമാവും ഭൂതം ജലവും പക്ഷി ചെമ്പോത്തും വൃക്ഷം പ്ലാശും മൃഗം ചുണ്ടലിയും രാശാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ ശുക്രനുമാണ്. പക്ഷി മൃഗ വൃക്ഷാദികളെ സംരക്ഷിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ്. ദേവത ആര്യമാവ് എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയം തോന്നിയേക്കാം. ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഏത് ദേവൻ്റെ മന്ത്രമാണ് ജപിക്കേണ്ടതെന്ന്. ആര്യമാവ് സൂര്യനോ സൂര്യാംശമോ ആകയാൽ ഗായത്രി മന്ത്രവും സൂര്യമന്ത്രങ്ങളുമാണ് ജപിക്കേണ്ടത്. പൂരം പിറന്ന പുരുഷൻ എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ട് കാണുമല്ലോ. പൂരം നാൾ പുരുഷന്മാർക്ക് മാത്രമേ നല്ലതായിട്ടുള്ളൂ എന്ന് പൊതുവായ ഒരു ധാരണയുണ്ട്. എന്നാൽ സ്ത്രീകൾക്കും പൂരം നാൾ നല്ലത് തന്നെയാണ്. എന്തെന്നാൽ പൂരം നാൾ ഒരു സ്ത്രീ നക്ഷത്രമാണ്. പൂരം നാളിലെ രാശാധിപനായ സൂര്യൻ്റെ പ്രൗഢഗംഭീരവും ആജ്ഞാശക്തിയും നക്ഷത്രാധിപനായ ശുക്രൻ്റെ സൗന്ദര്യവും ആകർഷണശക്തിയും പൂരം നക്ഷത്രക്കാരിൽ വിശേഷവിധിയായി കാണാമെന്നുള്ളതുകൊണ്ട് ഇവർ എവിടെയും ഒരു താരം തന്നെയായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ ഇവർ കീർത്തിയുള്ളവരുമായിരിക്കും. മൃഗരാജനായ സിംഹത്തെപ്പോലെ തലയെടുപ്പോടുകൂടി കാര്യങ്ങൾ വീക്ഷിക്കുന്നവരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ തറവാടിയായ ഒരു കുടുംബകാരണവരുടെ രീതിയിൽ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി പെരുമാറുകയും പൊറുക്കുകയും അവരോട് സ്നേഹമായി പെരുമാറുകയും ചെയ്യുക പൂരം നാളുകാരുടെ പ്രത്യേകതയാണ്. ഏതു വിധത്തിലുള്ള തടസ്സങ്ങളെ നീക്കി പൂരം നക്ഷത്രക്കാർ മുന്നോട്ട് പോകും. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയും. കോപവും സ്നേഹവും ഒരേ സമയത്ത് തന്നെ പ്രകടിപ്പിക്കും. ആരുടെയും കീഴിൽ പണിയെടുക്കാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ. ഇവർ ഔദ്യോഗിക രംഗത്തെത്തിയാൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിക്കടി അഭിപ്രായ വ്യത്യാസവും മത്സരവും ഉണ്ടാവും. പൊതുവെ മര്യാദയായിട്ടുള്ള പെരുമാറ്റം ആയിരിക്കും ഇവരുടേത്. അന്യായം എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കും. ന്യായമായ കാര്യത്തിന് വേണ്ടി എന്തു ത്യാഗവും സഹിക്കാൻ മടിയുണ്ടാകില്ല. ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാനുള്ള പരിശ്രമവും ചെറുപ്പം മുതലേ ഉണ്ടാവുമെങ്കിലും അർഹിക്കുന്ന വിധത്തിലുള്ള വളർച്ചയോ നേട്ടങ്ങളോ ഉണ്ടാകില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും. കൃത്യനിഷ്ഠയും അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തനം ജീവിതത്തിൽ ഉടനീളമുണ്ടാകും. സ്വജനങ്ങൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുമെങ്കിലും അവരിൽ നിന്നും ഗുണമൊന്നും ലഭിക്കാനിടയില്ല. ഒരേ സമയം പൗരുഷവും ആജ്ഞാശക്തിയും തുടങ്ങിയവയും സ്ത്രൈണവ ഗുണങ്ങളും ഇവരിൽ കാണാൻ കഴിയും. മധുരമേറിയ സംസാരം, നേതൃത്വഗുണം, ന്യായപക്ഷം, ശരീരസുഖം, അഭിമാനം, മാന്യത എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. മൃദുലഹൃദയരായതിനാൽ മറ്റുള്ളവരുടെ ദീനതയിൽ അലിയുന്ന മനസ്സാണ് ഇവരുടേത്. നല്ല ആരോഗ്യസമ്പന്നമായ ശരീരമായിരിക്കും ഇവരുടേത്. പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള ശത്രുക്കൾ എപ്പോഴും ഉണ്ടാകും. ഇത് ഇവരുടെ അഭിവൃദ്ധിയെ പലപ്പോഴും തകരാറിലാക്കാറുണ്ട്. അധികാരമോഹം ഇവർക്ക് കൂടുതലായിരിക്കും. പറയുന്നത് പോലെ പ്രവർത്തിക്കുക, ന്യായമായ കാര്യങ്ങൾ വേണ്ടതുപോലെ പ്രവർത്തിക്കുക, കൃത്യനിഷ്ഠ പാലിക്കുക എന്നീ കാര്യങ്ങളിൽ ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും. സ്വഭാവശുദ്ധിയും ബുദ്ധിസാമർഥ്യവും ഇവരുടെ സവിശേഷതകളാണ്. പൂരം നാളുകാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള പരിവർത്തനങ്ങളും ഉണ്ടാകും. ഇവരുടെ പ്രവൃത്തിരംഗം ഒരേ ലക്ഷ്യത്തിലും ഒരേ മാർഗത്തിലും ഉള്ളതായിരിക്കില്ല. 22, 27, 30, 32, 37, 44 ഈ വയസ്സുകളിലെല്ലാം ഇവർക്കുള്ള ഓരോ പരിവർത്തന ഘട്ടങ്ങളായിരിക്കും. ഒരു 45 വയസ്സിനു ശേഷമായിരിക്കും ഇവർക്ക് ഒരു നല്ല കാലം പ്രതീക്ഷയിൽ വരുന്നത്. ഉദ്യോഗത്തിലായാലും ബിസിനസ്സിലായാലും ഇവർ വിജയം കൈവരിക്കും. അവയിലെല്ലാം ഇവർക്ക് മാന്യമായ ഒരു സ്ഥാനവും കൈവരിക്കാൻ കഴിയും. ഇവരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സൗഭാഗ്യകരമായിരിക്കും. നല്ല ഭാര്യപുത്രാദികൾ ഇവർക്കുണ്ടാകും. അത് നിമിത്തം സൗഭാഗ്യം കൈവരുകയും ചെയ്യും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ ഇവരെ ബാധിക്കാറില്ല. എങ്കിലും ദന്ത സംബന്ധമായും ശിരസ്, ഉദരം അതുപോലെ തന്നെ അർശോരോഗങ്ങളും ഇവർക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. പൂരം പിറന്ന സ്ത്രീ എന്ന് വേണമെങ്കിലും പറയാം. എന്തെന്നാൽ പൂരം നാളും സ്ത്രീകൾക്കും വളരെ നല്ലത് തന്നെയാണ്. ഈ നാളുകളിൽ ജനിച്ച സ്ത്രീകൾ ഭാഗ്യവതികളും നല്ല സന്താനങ്ങളോടുകൂടിയവളും ആയിരിക്കും.
സുഖവും സന്തോഷവും ആഡംബര താല്പര്യവും ഇവരിൽ കുറച്ച് കൂടുതലായിരിക്കും. നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠയിലും ഇവർ പ്രശംസനീയങ്ങളായിരിക്കും. സംസാരചാതുര്യവും ഉപകാരസ്മരണയും ഉള്ളവരായിരിക്കും. എന്നാൽ തനിക്ക് താൻ വന്ന സ്വഭാവം ഇവരിൽ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ശത്രുക്കൾ കൂടുതലുണ്ടാകാനും അപവാദങ്ങളും ആരോപണങ്ങൾക്കും കാരണവുമായേക്കാം. 5-ാം ഭാവാധിപൻ വ്യാഴവും അഷ്ടമാധിപനും കൂടിയായതിനാൽ 7-ാം ഭാവാധിപൻ ശനി 6-ാം ഭാവാധിപനും കൂടിയതിൽ ജീവിതത്തിൽ സുഖദുഃഖാത്മകത, ശുഭാശുഭാത്വം ഒക്കെ പൂരം നാളുകാരികൾ അനുഭവിക്കുന്ന പോലെ മറ്റാരും നേരിട്ടിട്ടുണ്ടാവില്ല. സന്തോഷം വരുന്ന വഴിയും ദുഃഖം വരുന്ന വഴിയും അധികവും വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാകും. അതിന് സന്താനങ്ങളോ ഭർത്താവോ ഒക്കെ ആയിരിക്കും ഒരു പരിധിവരെ കാരണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭൗതികമായി ഇവർ സുഖിക്കുകയും രസിക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ മറ്റേതെങ്കിലും നാളുകാർ അനുഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ശുക്രൻ നക്ഷത്രാധിപനായതുകൊണ്ടാവാം. ഉദരവ്യാധി, ദന്തവേദന എന്നിവ പൂരം നക്ഷത്രകാരികളെ അലട്ടിക്കൊണ്ടിരിക്കും. ഇവരുടെ പിതാവ് പ്രശസ്തരായിരിക്കും. വാത്സല്യനിധികളായ അച്ഛനമ്മമാരെ ലഭിക്കുവാൻ ഭാഗ്യം ചെയ്തവരാണ് പൂരം നാളുകാർ. മാതാപിതാക്കളുടെ പരസ്പര സ്നേഹവും വിശ്വാസവും കണ്ടുവളരാൻ അവസരം കിട്ടുന്നത് മൂലം പൂരം നക്ഷത്രക്കാർ നല്ല പൗരന്മാരായി മാറുന്നു. ജീവിത മൂല്യങ്ങളെക്കുറിച്ച് അവയ്ക്ക് കുടുംബജീവിതത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചും ഇവർ ബോധവാന്മാരായിരിക്കും. പൂരം നാളുകാരും അവരുടെ മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്നും ദൃഢമായിരിക്കും. പൂരം നക്ഷത്രക്കാരുടെ 2024 ഓഗസ്റ്റ് മാസം മുതൽ 2024 ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗസ്റ്റ് മാസം ആദ്യ പകുതി സാമാന്യേന ഗുണകരമാണ്. എന്നാൽ ആദ്യ പകുതി കഴിഞ്ഞ്, അതായത് ആഗസ്റ്റ് മാസം 15-ാം തീയതിക്ക് ശേഷം കൂടുതൽ അനുകൂലമായി കാണുന്നു. സർക്കാർ ജോലിക്കാർക്കും ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരവും ഉയർച്ചയും ലഭിക്കാൻ സാധ്യത കാണുന്നു. പ്രൈവറ്റ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാണ്. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. ജോലിക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു. വിവാഹപ്രായമായവർക്ക് ആലോചനയ്ക്ക് തുടക്കം കുറിക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നു. ആഗസ്റ്റ് മാസം പൊതുവെ ഗുണകരമായി കാണുന്നു. 2024 സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണകരമായിരിക്കില്ല. മാസമധ്യത്തിനു ശേഷം കുടുംബത്തിൽ ചിലവുകളുടെ വർധനവും സ്വസ്ഥതക്കുറവും അനുഭവപ്പെട്ടേക്കാം. ദാമ്പത്യ സുഖക്കുറവും ഉണ്ടാകും. 2024 ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവെ ഗുണകരമായി കാണുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും കുടുംബത്തിൽ ഐശ്വര്യാഭിവൃദ്ധിയും ഉണ്ടാകും. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും സാമ്പത്തിക ഉന്നതിയും കാണുന്നു. എന്നാൽ മാസാന്ത്യം ചില സർക്കാർ നടപടികൾക്ക് സാധ്യതയും കാണുന്നു. 2024 നവംബർ മാസത്തിലെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര ഗുണകരമായി കാണുന്നില്ല. പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നു. വാഹനാപകടങ്ങൾക്കോ വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്കോ സാധ്യത കാണുന്നു. സാമ്പത്തികമായി അധിക ചിലവുകൾക്ക് സാധ്യത കൂടുതലായി കാണുന്നു. എങ്കിലും തൊഴിൽ രംഗം തൃപ്തികരമായിരിക്കും. 2024 ഡിസംബർ മാസത്തെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വിദേശത്ത് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമായി കാണുന്നു. വിവാഹപ്രായമായവർക്ക് വിവാഹത്തിനോ വിവാഹാലോചനകൾക്കോ സാധ്യത കാണുന്നു. സ്ഥലം വാങ്ങാനും വീട് നിർമ്മിക്കാനും സമയം അനുകൂലമായി കാണുന്നു. കർഷകർക്ക് സാമ്പത്തികമായ ഉയർച്ച കൈവരും. നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷങ്ങളില്ലെങ്കിൽ ഗ്രഹചാരവശാലുള്ള ഫലം 90% അനുഭവപ്പെട്ടേക്കാം. പൊതുവായ നക്ഷത്രഫലം 100% അനുഭവയോഗ്യമാകും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.